നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതാടി ഞാൻ വിളിക്കാം. നീ എന്താ ഒറ്റയ്ക്കിങ്ങ് പോന്നെ? അവരൊക്കെ എവിടെ? നീ അവിടെ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ കല്യാണം കൊളവാക്കിയിട്ടാണോ വരവ്? ഉണ്ടക്കണ്ണുരുട്ടി പേടിപ്പിക്കാതെ കാര്യം പറയടി. ചതിച്ചോ നീ? നീ ഇങ്ങോട്ട് തന്നെയാണല്ലോ വന്നത്. എനിക്കിപ്പോ സമാധാനായി. നിനക്കൊന്ന് പറഞ്ഞിട്ട് വന്നൂടായിരുന്നു മോളെ. എന്താ പ്രശ്നം? ഇവള് ഗൗതമിന്റെ വീട്ടിൽ ചെന്ന് എല്ലാം വിളിച്ചു പറഞ്ഞോ? ആ, അതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇവളുടെ നാവരിഞ്ഞേനെ. അമ്മ എങ്കിലും ഒന്ന് പറ. നിധി എന്തിനാ അവിടുന്ന് പോകുന്നത്? എന്താ അവിടുത്തെ പ്രശ്നം? നിധി എല്ലാം കൊളമാക്കി, കല്യാണം തന്നെ മുടങ്ങേണ്ട അവസ്ഥയാക്കി. ഞാൻ കാല് പിടിച്ചതുകൊണ്ടാ അവര് വീണ്ടും കല്യാണത്തിന് സമ്മതിച്ചത്. ഏട്ടത്തി എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നേ? ആ സ്ത്രീയോട് മാപ്പ് പറഞ്ഞതും കാല് പിടിച്ചതും നിധിയല്ലേ? ആ, നിധി കാല് പിടിച്ചതേ അവള് അവരോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞതാ. അഹങ്കാരം തലയ്ക്ക് കയറി പിടിച്ച് വലിയ പണക്കാരോട് മെക്കെട്ട് കയറാൻ പോയാലേ ദേ ഇങ്ങനെ ഇരിക്കും. അതിന് ഇവിടെ വന്നിങ്ങനെ മുഖം വേർപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ആരുമായിട്ടാ ഇവള് വഴക്കിട്ടത്? വസുന്ധര ആന്റി ആയിട്ടാണോ? അതെ മോളെ, ഇവളും അവരും പഴയ ശത്രുക്കളാ. അവരെ ഇവളെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. കോടീശ്വരികളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ഏത് കോടീശ്വരി ആണെങ്കിലും യാതൊരു മര്യാദയില്ലാതെയാ അവര് നമ്മളോട് പെരുമാറിയത്. ആ വീട്ടില് ഒരു ജോലിക്കാരുടെ സ്ഥാനം പോലും അവര് നമുക്ക് തന്നില്ല. ഏട്ടനോട് എത്ര മോശമായിട്ട് അവര് പെരുമാറിയത്. അതൊക്കെ കണ്ടപ്പോഴാ നിധി പ്രതികരിച്ചത്. ഡേ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇനി ഞാനും അങ്ങനെ ആവും. ഞങ്ങള് വലിയവർ വല്ലതും പറഞ്ഞ മിണ്ടാതെ അങ്ങ് കേട്ടോണം. ഒരാളെ വലിയവനോ വലിയവളോ ആക്കുന്നത് അവരുടെ പെരുമാറ്റവും സംസ്കാരവും ആണ്, അല്ലാതെ വലുതിന്റെ മാനദണ്ഡം പണമല്ല. അയ്യോ, അതൊന്നും അല്ല കാര്യം. നിനക്ക് നിന്റെ അമ്മയ്ക്കും ശിവാനിക്ക് ഇത്രയും നല്ല ബന്ധം കിട്ടിയതിന്റെ കണ്ണുകടിയാ. ഈ കല്യാണം നടക്കരുതെന്നാ നിങ്ങളുടെ ആഗ്രഹം. ഉണ്ട ചോറിന് നന്ദി കാട്ടാത്ത വർഗം. രേണു, കൊടുത്തതിന്റെ കണക്ക് നീ പറയണ്ട. അതൊക്കെ പലിശ സഹിതം നീ തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ. ആഹാ, വായില് നാവൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ആനന്ദരവള് ചെയ്തതേ കന്നന്തിരിവാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്ത് കന്നന്തിരിവ്? വസുന്ധര എന്നെ അപമാനിച്ചപ്പോ ഒരിക്കലെങ്കിലും തടയാൻ നീ ശ്രമിച്ചോ? ഇല്ലല്ലോ. പകരം നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിയ വസ്ത്രത്തിന്റെ വില കുറഞ്ഞു പോയെന്ന് പറഞ്ഞു എന്നെ താഴ്ത്തിക്കെട്ടുകയല്ലേ നീ ചെയ്തത്? ഞാനും കൂടി ഇവളെ പോലെ ചീറിയിരുന്നെങ്കിലേ ഇപ്പൊ കല്യാണവും മുടങ്ങി താടിക്ക് കൈയും കൊടുത്ത് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കായിരുന്നു. അല്ലെങ്കിലും ഈ കല്യാണം മുടങ്ങുന്നത് തന്നെയാ നല്ലത്. കല്യാണം മുടങ്ങുന്നതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞതേ അമ്മായി പറഞ്ഞതുപോലെ കണ്ണുകടി ഉണ്ടായിട്ടല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ എന്റെ നിഖിലിനെ പോലെയാ കാണുന്നത്. നിന്നെ കൂടെപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. സ്നേഹം കൊണ്ട് പറയാ ശിവാനി, വസുന്ധര എന്ന ആ സ്ത്രീയുള്ള വീട്ടിൽ നിന്റെ ജീവിതം ദുസ്സഹമാവും. നിനക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല. വിവാഹ ജീവിതത്തിന്റെ അളവുകോല് പണം മാത്രമല്ല. ധനികനായ ഭർത്താവിനെ കിട്ടിയാൽ അത് ഭാഗ്യം മാത്രം. അതുകൊണ്ട് എല്ലാം ആയി എന്ന് കരുതരുത് ശിവാനി. നീ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടത് ആ വീട്ടിലാ. വസുന്ധര നിനക്ക് ഒരു റെസ്പെക്റ്റും തരില്ല.
നീ കഴിക്കുന്ന ആഹാരത്തിന് പോലും ആ സ്ത്രീ നിന്നോട് കണക്ക് പറയും. നിനക്കും ഗൗതമനും അവർ ഒരു കാലത്തും സമാധാനവും തരില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല. ഗൗതമനെ ഞാൻ എന്റെ ചൊൽപ്പടിക്ക് നിർത്തും. നടക്കില്ല. ഞാൻ നടക്കില്ലെന്ന് ഇത്ര ഷാർപ്പായി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഗൗതമനെ എനിക്ക് നിന്നേക്കാൾ നന്നായി അറിയാം. ഒരു മനുഷ്യൻ അവന്റെ പെറ്റമ്മയേക്കാൾ സ്ഥാനം മറ്റൊരു സ്ത്രീക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ ബോണ്ട് അത്രയും ശക്തമായിരിക്കും. അതിളക്കി പ്രതിഷ്ഠിക്കാൻ നിന്റെ അമ്മ ഉപദേശിച്ചു തരുന്ന തലയണ മന്ത്രങ്ങൾ പോരാതെ വരും. അവള് പറഞ്ഞു തന്നെയാ എന്റെ അഭിപ്രായം. ഇനി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേ. രണ്ടിനും കടുത്ത അസൂയയാ. നീ അതൊന്നും കാര്യാക്കണ്ട മോളെ. കല്യാണം കഴിഞ്ഞ് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാന്നാ എന്റെ പ്ലാൻ. അത് നടന്നില്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടെ ആവൂലോ ഭഗവാനെ. ആ നിധി, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. സർ, അനിയന്റെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ എനിക്ക് കുറച്ച് കാശ് വേണം. 1 മാസത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം. തനിക്ക് എത്ര രൂപ ആവശ്യം? ഒരു 27,000 രൂപ. ശരി, വെയിറ്റ് ചെയ്യൂ. അതെ, ഒന്ന് നിന്നേ. ആ. നിധിക്ക് കാശ് കൊടുക്കാനാണോ നിങ്ങളുടെ ഭാവം? അതെ, മുമ്പ് വാങ്ങിയപ്പോഴൊക്കെ അവള് കൃത്യമായിട്ടാ തിരിച്ചു തന്നിരുന്നത്. അതൊക്കെ പണ്ട്. അന്ന് അവക്ക് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. ഇന്നോ? ഒന്ന് പതുക്കെ പറ, അവള് കേൾക്കും. കേക്കുന്നെങ്കിൽ കേക്കട്ടെ. പത്രവും പാലും വിറ്റ് നടക്കുന്നവൾ എങ്ങനെ നമ്മുടെ കടം വീട്ടാനാ? 27,000 കൊടുത്താൽ അത് പോയിന്ന് കരുതിക്കോണം. സ്വന്തക്കാർക്ക് പോലും പണം കടം കൊടുക്കാൻ പറ്റാത്ത കാലമാ, പിന്നെയാ അന്യർക്ക്.